ഇനി സംസാരിക്കുന്നത് മോദിയുടെ ധ്യാനത്തെക്കുറിച്ചാണ്. അപ്പോൾ പലതരത്തിലുള്ള വിമർശനങ്ങളും ഒക്കെ ഒരു സൈഡിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ധ്യാനവുമായി മുന്നോട്ട് പോവുകയാണ്. നാളെ, അതായത് ജൂൺ 1 അവസാനഘട്ട വോട്ടെടുപ്പ് അവസാനിക്കുന്ന 5 മണി വരെ അദ്ദേഹത്തിൻ്റെ ധ്യാനം വിവേകാനന്ദ പാറയിൽ തുടരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിൻ്റെ 28 സെക്കൻഡ് വീഡിയോ ഇന്നിപ്പോൾ ANI പുറത്തുവിട്ടിട്ടുണ്ട്. 5 ആംഗിളുകളിൽ അതിൽ ഫ്രെയിമുണ്ട്. എന്ന് വെച്ചാൽ 5 ക്യാമറകൾ അതിനകത്തുണ്ട്. ഇപ്പോൾ ഈ വിവേകാനന്ദ പാറയിലെ ആ ക്ഷേത്രത്തിനകത്തേക്ക് മൊബൈൽ സാധാരണക്കാർ സന്ദർശിക്കുന്ന സമയത്ത് മൊബൈലൊന്നും അങ്ങോട്ടേക്ക് കയറ്റാൻ കഴിയില്ല. പക്ഷേ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് 5 ക്യാമറ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ പൊളിറ്റിക്കൽ ധ്യാനമാണ് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ വരുമ്പോഴും ആ ധ്യാനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോദിയിലെ ഒരു ഷോമാൻ, അപ്പോൾ ദാവൂദ് സാഹിബ് പലപ്പോഴും പറയുന്നുണ്ട് അദ്ദേഹം മോദിയെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേറ്റർ മാത്രമല്ല, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഷോമാനായ ഒരു പ്രധാനമന്ത്രി കൂടിയാണെന്ന് അദ്ദേഹം തെളിയിക്കുകയാണ്. അപ്പോൾ മോദിയുടെ ഈ ധ്യാനത്തിന് എത്ര കണ്ട് ഫലം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ രണ്ടാമതായി സംസാരിക്കുന്നത്. ജിംസ്, നാളെ 5 മണി വരെ അദ്ദേഹത്തിൻ്റെ ധ്യാനം തുടരും. ഇന്നിപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ എന്ത് തോന്നി? ഇത് ആദ്യമായിട്ടല്ലല്ലോ. 2019 തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം ഇതുപോലെ കേദാർനാഥിൽ ഒരു ഗുഹയിൽ പോലും ധ്യാനത്തിനിരുന്നു. പക്ഷേ അന്നത് 17 മണിക്കൂർ മറ്റോ ആയിരുന്നുള്ളൂ. 17 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ ഇരുന്നില്ല അദ്ദേഹം. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. 2 ദിവസം, ഏതാണ്ട് 2 ദിവസം 45 മണിക്കൂറാണ് അദ്ദേഹം അവിടെ ചിലവഴിക്കുന്നത്. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ അദ്ദേഹം ധ്യാനിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത് സ്റ്റേറ്റ് എക്സ്ചക്കറിൽ നിന്നുള്ള ഒരുപാട് പൈസ ചിലവാക്കിയിട്ടാണ് അദ്ദേഹം ധ്യാനിക്കാൻ പോകുന്നത്. കാരണം അവിടെ 12,000 പോലീസുകാരുടെ ബന്ദോബസ്തുണ്ട്. അദ്ദേഹം എയർഫോഴ്സിൻ്റെ വിമാനത്തിലാണ് തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങുന്നത്. എന്ന് മാത്രമല്ല, ഒരു സ്റ്റേറ്റ് മുഴുവൻ അദ്ദേഹം അവിടെ വന്ന് ധ്യാനിച്ചിരിക്കുമ്പോൾ മുഴുവൻ അദ്ദേഹത്തിന് കാവലിരിക്കേണ്ടി വരികയാണ്. പിന്നെ അത് ഇലക്ഷൻ സമയത്ത് ഇപ്പോൾ അങ്ങനെയൊക്കെ ശരിയാണ്. ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് സർക്കാരിൻ്റെ ഖജനാവിൽ പണം ഉപയോഗിച്ച് പ്രധാനമന്ത്രിമാരൊക്കെ യാത്ര ചെയ്യുകയും ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തുകയും ചെയ്യുന്നതൊക്കെ ശരിയാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം അതല്ല. ശരിക്കും വിവേകാനന്ദൻ അവിടെ വന്ന് ധ്യാനം ഇരുന്ന സ്ഥലമാണല്ലോ ആ പാറയിൽ. ഈ വിവേകാനന്ദൻ അവിടെ ധ്യാനത്തിന് വന്നിരുന്നപ്പോൾ ആരെങ്കിലും വിവേകാനന്ദൻ അവിടെ വന്നിരുന്ന് അറിഞ്ഞിട്ടുണ്ടോ? അവിടെ അങ്ങനെ ഒരാൾ വന്നിരുന്നു, ഒരു സന്യാസി, ഏതോ സന്യാസി വന്നിരുന്ന് ധ്യാനിക്കുന്നുണ്ടെന്നല്ലാതെ അത് വിവേകാനന്ദൻ ഞാൻ ഇവിടെ വന്നിരിക്കുകയാണെന്ന് അദ്ദേഹം പോസ്റ്റർ ഒടിച്ചിട്ടല്ലേ ധ്യാനത്തിന് പോയില്ല. ശരിക്കും ഹിന്ദു സ്പിരിച്വാലിറ്റിയെ കളിയാക്കുന്ന ഒരു പരിപാടിയാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ 5 ക്യാമറ കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ വീഡിയോയുടെ കട്ടിങ് കണ്ടു കഴിഞ്ഞാൽ പല ആംഗിളിൽ നിന്നാണ് അത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഞാനിത് ആ ധ്യാനത്തിലിരിക്കുന്നു എന്ന് ലോകത്തെ അറിയിക്കുക. അത് കണ്ണടയൊക്കെ വെച്ചിട്ടാണ് ധ്യാനത്തിലിരിക്കുന്നത്. കണ്ണടച്ചിരിക്കുമ്പോൾ എന്തിനാണ് കണ്ണട വയ്ക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ വിവേകാനന്ദനെ കളിയാക്കുന്ന ഒന്നാണത്. പിന്നെ ഹിന്ദു സ്പിരിച്വാലിറ്റിയെ കളിയാക്കുന്ന ഒന്നാണ്. നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ മഹർഷിമാരുടെ ഒരു പാരമ്പര്യമുള്ള നാടാണ്. മഹർഷിമാരൊക്കെ ധ്യാനം നടത്തിയിട്ടുണ്ട്. അവർ ഈ ധ്യാനം ആരും കാണാതിരിക്കാൻ വേണ്ടി കാടിനകത്ത് പോയിട്ടാണ് ധ്യാനിച്ചിരുന്നത്. ഇതെന്താണ്, നാട്ടുകാർ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറകൾ ചുറ്റുമായിട്ട് വെച്ചുകൊണ്ട് ഒരാൾ ധ്യാനത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരുതരം അപമാനമാണ്. അത് ഇന്ത്യയുടെ ഒരു ആത്മീയ പാരമ്പര്യത്തെ അപമാനിക്കുന്നതിലാണ് പ്രധാനമന്ത്രി ഇത് ചെയ്യുന്നതാണ് എനിക്ക് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. മറ്റൊന്ന്, ഇതിൻ്റെ ഉദ്ദേശം എന്തിനാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്? കഴിഞ്ഞ തവണയും ചെയ്തിരുന്നു, ഈ തവണയും ചെയ്തിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഈ അവസാന ഘട്ടത്തിൽ അദ്ദേഹം മത്സരിക്കുന്ന വാരണാസി ഉൾപ്പെടെ, വാരണാസി നമുക്കറിയാം ഇന്ത്യയുടെ ഒരു സ്പിരിച്വൽ കേന്ദ്രമാണ്. കാശി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ആത്മീയ കേന്ദ്രം കൂടിയാണ്. അവിടുത്തെ വോട്ടർമാരെ സ്വാധീനിക്കാൻ തീർച്ചയായിട്ടും ഈ ധ്യാനം കൊണ്ട് കഴിയും. അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ വിവേകാനന്ദ പാറ പോലും ധ്യാനിക്കുകയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്ന് തോന്നുമ്പോൾ ഈ ആത്മീയ ബോധമുള്ള ആളുകൾ പ്രധാനമന്ത്രിക്ക് വോട്ട് ചെയ്ത് കളയാം. അല്ലെങ്കിലും അദ്ദേഹത്തിന് കാര്യമായി ഭൂരിപക്ഷം കുറയും. വാരണാസിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും. പക്ഷേ വാരണാസി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. വിവേകാനന്ദൻ്റെ ജന്മസ്ഥലമായ ബംഗാളിലും തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, ബീഹാറിൽ തിരഞ്ഞെടുപ്പുണ്ട്, ഹിമാചൽ പ്രദേശ് തിരഞ്ഞെടുപ്പുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിൽ, ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ അവസാന ഘട്ടത്തിലെ വോട്ടുകൾ സ്വാധീനിക്കുക എന്നതിനപ്പുറം അതിന് വേറെ ലക്ഷ്യമുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. അതല്ല, ഈ കഴിഞ്ഞ ഈ മാർച്ച് മുതൽ ഈ ജൂൺ വരെ നീണ്ടു നിൽക്കുന്ന നീണ്ട കാലത്തെ 7 ഘട്ടങ്ങളിലുള്ള തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഓടി നടന്ന് പ്രസംഗിച്ചു. BJPയുടെ സ്റ്റാർ ക്യാമ്പയിനർ അദ്ദേഹമായിരുന്നു. എല്ലായിടത്തും രാജ്യം മുഴുവൻ നടന്ന് അദ്ദേഹം പ്രസംഗിച്ചു. കുറേ അധികം വിദ്വേഷം പ്രചരിപ്പിച്ചു, നാട്ടുകാരെ വിഭജിച്ചു. ഇനി അതിൻ്റെ കുറ്റബോധം തീർക്കാൻ വേണ്ടി, അതിൻ്റെ പാപബോധം തീർക്കാൻ വേണ്ടി അദ്ദേഹം ധ്യാനിക്കാൻ പോയതാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം വെച്ചാൽ അദ്ദേഹം ഒരു RSSകാരനാണ്. എനിക്ക് പരിചയമുള്ള RSS പ്രവർത്തകരൊന്നും അങ്ങനെ വലിയൊരു ഈ പറയുന്ന രീതിയിലുള്ളൊരു ആത്മീയതയുള്ള ആളുകളല്ല. അവർ ചെയ്യുന്ന കാര്യത്തിൽ പിന്നീട് തെറ്റുപറ്റിയെന്ന് ഓർത്ത് ഇങ്ങനെ ധ്യാനിക്കാൻ പോകുന്ന ആൾക്കാരൊന്നുമല്ല. പൊതുവെ RSSകാർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന ടൈപ്പായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയുള്ളവരുണ്ടാകാം. എനിക്ക് പരിചയമുള്ള RSSകാരൊന്നും അങ്ങനെ ഒരു ആത്മീയ പരിവേഷമുള്ള ആളുകളൊന്നുമല്ല. അവർ കുറേ കൂടി പൊളിറ്റിക്കലാണ്.
അവരുടെ ഐഡിയോളജി വേറെ തന്നെയാണ്. അമ്പലത്തിൽ അവർ ശാഖയെ നടത്തുമായിരിക്കും, പക്ഷേ പൊതുവെ അവർ വേറൊരു തരത്തിലുള്ള ആളുകളാണ്. ദൈവവിശ്വാസികളല്ലാത്തവർക്കും അറസ്റ്റുകാരാവാമല്ലോ, നിരീശ്വരവാദികൾക്കും അറസ്റ്റുകാരാവാം. അപ്പോൾ അത് അവരെ സംബന്ധിച്ച ഒരു പ്രശ്നമല്ല. പക്ഷേ മോദി ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ലാസ്റ്റ് ഫേസിൽ വോട്ട് ആകർഷിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതുകൊണ്ട് കാര്യമുണ്ടോ? കാരണം ഈ പറയുന്ന 3 മാസം നീണ്ടു നിന്ന അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിനിൽ ഈ രാജ്യത്തെ വിഭജിക്കാൻ വേണ്ടിയുള്ള എത്രയോ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്ന് ആർക്കും പറയാൻ പറ്റാത്ത, ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത, ഇന്ത്യൻ ജനതയ്ക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ഈ പ്രസംഗത്തിലൂടെ പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം ഈ ക്യാമറമാരെയും കൊണ്ട് ധ്യാനിക്കാൻ പോയി കഴിഞ്ഞാൽ അത് കുറേ കൂടി അപഹാസ്യമായിട്ട് ആളുകൾക്ക് തോന്നുള്ളൂ. യഥാർത്ഥത്തിൽ സ്പിരിച്വാലിറ്റിയുള്ള മനുഷ്യർ, യഥാർത്ഥത്തിൽ ഹിന്ദു സ്പിരിച്വാലിറ്റിയിൽ വിശ്വസിക്കുന്ന മനുഷ്യർക്ക് അതൊരു പരിഹാസ്യമായ ധ്യാനമായിട്ട് തോന്നും. നിഷാദ്, മോദിയുടെ ചട്ടങ്ങൾക്ക് മുകളിൽ ചട്ടലംഘനങ്ങൾക്കോ പെരുമാറ്റച്ചട്ടത്തിനോ ഒന്നും പ്രസക്തിയില്ല. അപ്പോൾ ഈ ആധ്യാത്മികത വെറും കള്ളമാണ് എന്നൊക്കെ കോൺഗ്രസ് പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ കാപട്യം ഈ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിനോ പ്രതിപക്ഷത്തിനൊക്കെ സാധിക്കുന്നുണ്ടോ? അല്ല, അതിപ്പോൾ ഒരാളുടെ വ്യക്തിപരമായ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു പ്രാക്ടീസാണല്ലോ. അപ്പോൾ അതിനെ കാപട്യമാണെന്ന് ഒരു പരിധിക്കപ്പുറത്ത് പറയുക സാധ്യമല്ല, അതിനെ പരിധിക്കപ്പുറത്ത് ആക്രമിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയൊക്കെ എവിടെയൊക്കെ സംസാരിക്കണം, എന്തൊക്കെ ചെയ്യണം എന്ന കാര്യങ്ങളെല്ലാം പ്രീ ഷെഡ്യൂൾഡാണ്. അവർ വളരെ കൃത്യമായി തീരുമാനിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ഏജൻസി ഉണ്ടാവാം, BJPയുടെ ഒരു കോർ ലീഡർഷിപ്പ് അതിനകത്ത് പ്രവർത്തിച്ചിട്ടാണ് മോദി എവിടെയൊക്കെ പോകണം, എവിടെയൊക്കെ പോവരുത്, എന്തൊക്കെ പ്രസംഗിക്കണം, എന്തൊക്കെ വിഷയമാക്കണം എന്നത് BJP നേരത്തെ തീരുമാനിച്ച് നടപ്പിലാക്കുന്നതാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ 2019 സമാനമായി മോദി ഒരു കേന്ദ്രത്തിൽ പോയി ധ്യാനിക്കണം, ആ ധ്യാനത്തിൻ്റെ ദൃശ്യങ്ങൾ ഇന്ത്യയിലാകമാനം പ്രചരിപ്പിക്കണമെന്ന് തീരുമാനിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നേരത്തെ അജിംസ് പറഞ്ഞൊരു പ്രധാന സംഗതിയുണ്ട്. ഈ ധ്യാനം എവിടേക്കാണ് ലക്ഷ്യം വയ്ക്കുന്നത്? പശ്ചിമ ബംഗാളിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ നഷ്ടമായേക്കാവുന്ന സീറ്റുകൾ മാനേജ് ചെയ്യാൻ, മേക്കപ്പ് ചെയ്യാൻ ഉപയോഗിക്കേണ്ട പശ്ചിമ ബംഗാളിലെ അവർ സ്വപ്നം കാണുന്ന വിജയം, അവിടുത്തെ ആളുകളിലേക്ക് വിവേകാനന്ദൻ്റെ സന്ദേശം കൊടുക്കാൻ, വിവേകാനന്ദനും മോദിയും ഒരു ടീമിലുള്ള ആളുകളാണെന്ന് സന്ദേശം കൊടുക്കാനാണ് ഈ ധ്യാനം. അപ്പോൾ പശ്ചിമ ബംഗാളിൽ ഇത്രയധികം സീറ്റുകൾ അവസാന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ്, അവസാന ഘട്ടത്തിൽ മോദിയുടെ ധ്യാനം. നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പിന് ഇടയ്ക്ക് അദ്ദേഹത്തിന് ധ്യാനത്തിന് പോകുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവർ ഓടി നടന്ന് പ്രചരണം നടത്തുകയാണ്. അവസാന ഘട്ടത്തിലെ അവസാന മൊമെൻറ്റിലാണ് ധ്യാനം അദ്ദേഹം ചൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അവസാന മൊമെൻറ്റിൽ വിവേകാനന്ദ പാറയിൽ പോയി ധ്യാനം ഇരിക്കുമ്പോൾ പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കണം. ഇതെങ്ങനെയാണ് ഒരുപോലെ സംഭവിക്കുക? BJPയുടെ പ്ലാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഷെഡ്യൂളും തമ്മിൽ ഒരുപോലെയാകുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് BJP ഹാൻഡിലുകൾ വഴി ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ട ലംഘനമാണ്. അത് തടയണമെന്ന് ആവശ്യപ്പെട്ട് കമ്മീഷന് ഒരു പ്രശ്നവും അതിൽ ഉന്നയിക്കാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ കാണേണ്ടത് ഇതിനകത്ത് എല്ലാം കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നതാണോ എന്നുള്ള നമ്മുടെ അപകടകരമായ സംശയം ഉയർന്നു വരികയാണ്. അവസാനം മോദി ദക്ഷിണേന്ത്യയിൽ വന്ന് ധ്യാനം ഇരിക്കാൻ പോകുന്നു. അതെവിടെയൊക്കെയാണോ ടാർഗറ്റ് ചെയ്യപ്പെടേണ്ടത് അവിടെയൊക്കെ അവസാന ഘട്ടം തെരഞ്ഞെടുപ്പും വരിക എന്നത് ചില്ലറ സംഗതിയായിട്ട് കാണാൻ പാടില്ലാത്ത ഒന്നാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരാളുടെ ധ്യാനം, ഇപ്പോൾ സെയ്ഫുവിൻ്റെ വിശ്വാസപരമായിട്ടുള്ള ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് തികച്ചും പേഴ്സണലായ ഒരു സംഗതിയാണ്. അത് പ്രചരിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ആത്മാർത്ഥത സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടും. ഞാനോ നിങ്ങളോ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവോ അവരുടെ വ്യക്തിപരമായ ആരാധന നിർവഹിക്കുന്നത് സ്റ്റേറ്റിന് ഒരു ബാധ്യതയുമുള്ള കാര്യമല്ല. അതിനകത്ത് 5 പൈസ മുടക്കേണ്ട കാര്യം സത്യത്തിൽ സ്റ്റേറ്റിന് മീൻസ് അങ്ങനെ നിങ്ങൾ ഒരാൾക്ക് വേണ്ടി ഒരു പ്രത്യേകമായ ചെലവ് സ്റ്റേറ്റിൻ്റെ ബാധ്യതയാണോ? അല്ല. ഒരു പ്രത്യേക ഒരു പിൽഗ്രിമേജിനൊക്കെ വേണമെങ്കിൽ പ്രഖ്യാപിക്കുന്ന ഇളവുകളൊക്കെ മനസ്സിലാക്കാം. ഒരു വ്യക്തിയുടെ ആരാധനയ്ക്ക് ഇത്ര പണം, അവിടെ മത്സ്യത്തൊഴിലാളികളോട് മത്സ്യബന്ധനത്തിനടക്കം വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. അവരുടെ ജീവിതോപാധിയാണത്. അതിന് വിലക്കേർപ്പെടുത്തിക്കൊണ്ട് നേവിയാണ്. യെസ്. അപ്പോൾ ഇതിനകത്തൊരു കാര്യമുള്ളത്, ഈ സംഗതിയെ എന്ത് ചെയ്യാണ്? മറ്റുള്ളവരെ കൂടി ബുദ്ധിമുട്ടിക്കുകയും നമ്മുടെ ഇലക്ട്രൽ പ്രോസസ്സ് ഏറ്റവും വൃത്തിയായി പോകുന്നു എന്നുള്ള ആളുകളുടെ വിശ്വാസത്തെ പരിക്കേൽപ്പിക്കുകയും ചെയ്യുകയാണ്. ഒരു രണ്ടാമത്തെ കാര്യം. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ 6 ഫേസസിൽ അദ്ദേഹം നിരന്തരമായി വർഗീയതയും വിഭജനവും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഇതൊരു ഹിന്ദു സ്റ്റേറ്റായി നമുക്ക് നിലനിർത്തണ്ടേ, മുസ്ലിങ്ങൾക്ക് കൂടി അവകാശം കൊടുക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞുകൊണ്ടേയിരുന്നത്. അതായത് ഇതൊരു പ്രത്യേക വിഭാഗത്തിൻ്റെ സംസ്കാരവും പാരമ്പര്യവും പേർന്ന ഒരു നാടാണ്. നോക്കൂ, നിങ്ങളുടെ അവകാശങ്ങളെ കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നു എന്നുള്ള ഈ വിഭജനം പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിൻ്റെ ക്ലൈമാക്സ് സീനാണിത്. എന്ന് വെച്ചാൽ എന്താണ്? മോദി ഒരു ചിത്രം കൊടുക്കുകയാണ്, ഒരു ദൃശ്യം കൊടുക്കുകയാണ് ആളുകൾക്ക്. പ്രധാനമന്ത്രിയാകുന്ന മോദി, ഈ രാജ്യം ഇനി ഭരിക്കാൻ പോകുന്ന മോദി, നിങ്ങൾ തിരഞ്ഞെടുത്താൽ ഈ നയിക്കാൻ പോകുന്ന മോദി ഒരു ഹിന്ദു വിശ്വാസിയാണ്. അദ്ദേഹം ഹിന്ദു വിശ്വാസപ്രകാരം കാവി പട്ടണിഞ്ഞ് ധ്യാന നിരതനായിരിക്കുന്നത് കാണും. ഇദ്ദേഹത്തെ അല്ലേ നമുക്ക് വേണ്ടത്? ഹിന്ദു വിശ്വാസത്തോട് ഇത്രമേൽ
എന്താ പറയുന്നത്, ജെല്ലായി നിൽക്കുന്ന ഒരാളെയല്ലേ നമുക്ക് ആവശ്യം എന്ന ചിത്രം കൊടുക്കുകയാണ്. ഇത് കാണുന്ന ആൾക്ക് എന്താ തോന്നുന്നത്, ഈ അടുത്ത് ഭരിക്കാൻ പോകുന്നത് ഇദ്ദേഹമാണോ ഭരിക്കേണ്ടത്? തീവ്ര വിശ്വാസികളായിട്ടുള്ള, ഇനി കുറച്ച് വിശ്വാസമുള്ള ആൾക്കാരായാലും കൊള്ളാം, കുറച്ച് നിഷ്കളങ്കരായ ആൾക്കാർ വിശ്വാസികൾ നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? രാഹുൽ ഗാന്ധിയോ സ്റ്റാലിനെ പോലുള്ള ആൾക്കാരാണോ വേണ്ടത്? അതോ ഇദ്ദേഹത്തെ പോലെ ധ്യാനനിരതനായ വിശ്വാസത്തോട് ഇത്രയും കൂറുള്ള ഒരു ഹിന്ദു പ്രീസ്റ്റ് എന്നൊക്കെ വിളിക്കാവുന്ന സന്യാസിയാണോ നമുക്ക് വേണ്ടതെന്ന് ചോദിച്ചാൽ അതിൽ വീഴുന്ന ഒരുപാട് പേര് വാരണാസി അടക്കമുള്ള, ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കാണും. അപ്പോൾ ഇത്രയും കാലം സംസാരിച്ചുകൊണ്ടിരുന്ന വിഭജനത്തിൻ്റെ പെർഫെക്റ്റ് ക്ലൈമാക്സ് സെറ്റ് ചെയ്യുകയാണ് മോഡി ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ നിരാശ, ഇത് മോദിയുടെ വിശ്വാസ സ്വാതന്ത്ര്യം എന്ന നിലയ്ക്ക് അതിനെ മാറ്റി നിർത്താൻ കഴിയുന്നതല്ല. ഇത് നമ്മുടെ ഇലക്ട്രൽ പ്രോസസ്സിൻ്റെ സുതാര്യതയെ, അതിൻ്റെ വിശ്വാസ്യതയെ, അതിൻ്റെ ശരിയായ പോക്കിനെ തടസ്സപ്പെടുത്തുന്നുണ്ട്. രാജ്യത്തിൻ്റെ മുഴുവൻ മെക്കാനിസം അതിനുവേണ്ടി ആര് നിന്ന് കൊടുക്കുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനുവേണ്ടി ഷെഡ്യൂൾ ഉണ്ടാക്കുന്നു എന്നുള്ള ഗുരുതരമായ സംശയം പോലും ഇതിനകത്ത് ഉയർന്നു വരുന്നു. ഫൈനലി ആദ്യം നരേന്ദ്രമോദി പോയി ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നത് കണ്ടു. ആ ക്ഷേത്രത്തിൻ്റെ പടം വെച്ചുള്ള പോസ്റ്ററുകളും ബാനറുകളും അതേ ചൊല്ലിയുള്ള നോക്കൂ ഞങ്ങളാണിത് ഉണ്ടാക്കിയത്, മറ്റുള്ളവർ വന്നാൽ ഈ ക്ഷേത്രം തകർക്കാൻ പോവുകയാണെന്നൊക്കെ പ്രസംഗിക്കുന്നു. ഫൈനലി ഈ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വിശ്വാസ നേതൃത്വം ഞാനാണ് എന്നുകൂടി പ്രഖ്യാപിക്കാൻ ശ്രമിക്കുകയാണ്. അവർ യഥാർത്ഥത്തിലും ഒരു നിർഭാഗ്യകരമായ ചിത്രമാണ്. അതർവൈസ് അദ്ദേഹത്തിന് ധ്യാനിക്കാം. അതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വരുന്നത് ഇപ്പോൾ ഈ മൾട്ടി ക്യാം ഷൂട്ട് നടത്തി പുറത്തു വിടുക ഒരാളുടെ ഈ വിശ്വാസം, അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ധ്യാനം ഇറ്റ്സ് ഓക്കെ, ധ്യാനത്തെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്, നിരാശാജനകമായ കാഴ്ച. ഇതിൽ വേറൊരു പ്രശ്നമുണ്ട്. ധ്യാനം മാത്രമല്ല, ഇന്ത്യ ഒരു ന്യൂക്ലിയർ പവറാണ്. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇപ്പോഴും. ഒരു ന്യൂക്ലിയർ പവറായ ഒരു രാഷ്ട്രത്തിൻ്റെ തലവൻ 48 മണിക്കൂർ നമുക്ക് ആക്സസ് ഇല്ല, സ്റ്റേറ്റിന് ആക്സസ് ഇല്ലാത്തൊരു സ്ഥലത്ത് പോയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിൽ നിന്ന് നടത്താൻ കഴിയില്ലല്ലോ. ഇപ്പോൾ എക്സാമ്പിൾ, ഇന്ത്യയുടെ ബോർഡറിൽ എവിടെയെങ്കിലും എന്തൊരു പ്രശ്നം ഉണ്ടാവുകയാണ്, ഇദ്ദേഹം ആരെങ്കിലും ചുമതല വെച്ചിട്ടാണ് പോയത്. ഇപ്പോൾ 2014 അദ്ദേഹം ആദ്യമായി അമേരിക്കയിൽ യാത്ര നടന്ന സമയത്ത് 2014 സെപ്റ്റംബർ 27 അദ്ദേഹം പോകുന്നത്. ഒക്ടോബർ 1 തിരിച്ചു വരുന്നു. ആ ദിവസം 4-5 ദിവസത്തേക്ക് അദ്ദേഹം രാജ്നാഥ് സിംഗിന് ചുമതല കൊടുത്തിട്ടാണ് പോയത്. പിന്നീട് അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടില്ല. ഈ ധ്യാനത്തിന് പോകുമ്പോൾ അദ്ദേഹത്തിന് ചുമതല ആരും ലഭിച്ചിട്ടുണ്ടോ? ഇല്ല. ആരെ ഏൽപ്പിച്ചതായിട്ട് നമുക്കറിയില്ല. ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് അദ്ദേഹത്തിൻ്റെ ധ്യാനത്തെ തടസ്സപ്പെടുത്താൻ കഴിയുമോ? ഒരു ക്വസ്റ്റനാണ്. ഇനിയിപ്പോൾ അങ്ങനെ ചോദിച്ചാൽ ഇപ്പോൾ ഒരു ന്യൂക്ലിയർ എമർജൻസി വരുവാണ് നമ്മുടെ മുമ്പിൽ, നമ്മളൊരു ന്യൂക്ലിയർ സ്റ്റേറ്റാണ്, ന്യൂക്ലിയർ എമർജൻസി വരുവാണ്, തീർച്ചയായിട്ടും ധ്യാനം മുടക്കേണ്ടി വരും. നമുക്ക് അദ്ദേഹത്തെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് അറിയിക്കേണ്ടി വരും. സർക്കാരിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ അത് അറിയിക്കേണ്ടി വരും, നിർബന്ധമാണ്. ഇതൊരു മൗലികമായ ചോദ്യമല്ലേ? ഒരു ന്യൂക്ലിയർ രാജ്യത്തിൻ്റെ രാഷ്ട്രത്തലവൻ, ന്യൂക്ലിയർ ബട്ടൺ കൈവശമുള്ള ഒരാൾ 48 മണിക്കൂർ ഒരു ആക്സസും ഇല്ലാതെ ഒരിടത്ത് പോയി ധ്യാനത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുമതല മറ്റൊരാൾ കൊടുക്കേണ്ടതല്ലേ? അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായി ജിംസ്. ഇപ്പോൾ 2019 അദ്ദേഹം ഈ ഡിസ്കവറി ചാനലിന് വേണ്ടി ജിം കോർബറ്റിലെ ഒരു വലിയ ഡോക്യുമെൻ്ററി ഷൂട്ട് ചെയ്തത്. പ്രധാന പ്രശ്നമാണ് മാൻ വേഴ്സസ് വൈൽഡ് എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി. അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുൽവാമയിൽ ബ്ലാസ്റ്റ് ഉണ്ടാകുന്നത്. ആ ബ്ലാസ്റ്റിനെ കുറിച്ച് അറിയിക്കാൻ വേണ്ടി അവിടുത്തെ ഗവർണറായിരുന്ന സത്യപാൽ മല്ലിക് പ്രധാനമന്ത്രിയെ വിളിക്കുന്നു. പ്രധാനമന്ത്രി കിട്ടിയില്ല. സത്യപാൽ മല്ലിക് പറഞ്ഞെങ്ങനെയാണ്, പ്രധാനമന്ത്രിയെ കിട്ടിയില്ല, അദ്ദേഹം ഷൂട്ട് നടക്കുന്ന സ്ഥലത്തായിരുന്നു, പലതവണ ഞാൻ ശ്രമിച്ചു, കിട്ടിയില്ലെന്നാണ്. അപ്പോൾ ഈ ഷോമാനെ കുറിച്ച് പറയുമ്പോൾ ഇതുകൂടെ പറഞ്ഞു. മാൻ വേഴ്സസ് വൈൽഡ് എന്ന് പറയുന്ന സംഗതി അന്നത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാനമന്ത്രിയെ ഒരു വീരപരിവേഷം ഉണ്ടാക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്തുണ്ടാക്കിയിട്ടുള്ളൊരു സാധനമാണ്. അത് ഷൂട്ട് ചെയ്യുമ്പോൾ പ്രധാനമന്ത്രിയെ കിട്ടിയില്ല. പ്രധാനമന്ത്രിയെ വിളിച്ച് അദ്ദേഹം പറയാൻ ശ്രമിച്ചെന്നറിയോ, നമ്മുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച പറ്റിയിട്ടുണ്ട്, സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നാണ്. അന്ന് അദ്ദേഹം തൽക്കാലം ഇതാരോടും കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് എൻ്റെ ഫോൺ അവസാനിപ്പിച്ചതാണ് സത്യപാൽ മല്ലിക്കിൻ്റെ പരാതി. അപ്പോൾ ഈ പ്രധാനമന്ത്രി നിർണായക സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആക്സസ് പ്രശ്നം പറയുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യമാണ് ആ ഷൂട്ടിൻ്റെ ആ സമയം എന്നുകൂടി കാണുന്നു. അപ്പോൾ ഈ ധ്യാന വാർത്തയ്ക്ക് താഴെ കണ്ട പ്രധാനപ്പെട്ട ഒരു കമൻറ്റ്, ഒരു ധ്യാനം നല്ലതാണ്, കാരണം അത്രമേൽ വെറുപ്പും വിദ്വേഷവും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതല്ലേ, ഒരു ധ്യാനം നടത്തി ആ പാപങ്ങളൊക്കെ കഴുകിക്കളയുന്നത് നല്ലതാണെന്നുള്ളൊരു കമൻറ്റ് കണ്ടു.